പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾ മറയ്ക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ പ്രാവശ്യം ഓരോ ഞായറാഴ്ചകളിലും നമ്മളിങ്ങനെ നിങ്ങളെയും കുടുംബങ്ങളെയും എന്നെ തന്നെയൊക്കെ അഭിഷേകാഗ്നി സഹിയോൻ മുഴുവൻ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നന്മകൾ ന്യായവിധിയിൽ നമുക്ക് തിരിച്ചറിയാം. വർഗ്ഗം പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാരച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് വലിയ ഒരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്. ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാരച്ചനോട് ദൈവത്തിൻ്റെ ആത്മാവ് തുടങ്ങി വെച്ചു. തുടർന്ന് പല തലമുറകളിലൂടെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പതിറ്റാണ്ടുകൾ, എത്രയോ വർഷങ്ങൾ. എത്ര വലിയ അനുഗ്രഹമാണ് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ അല്ലേ. നമ്മളിതിന് ഓർത്ത് എപ്പോഴും കർത്താവിന് നന്ദി പറയണം. അഭിഷേകാഗ്നി ഓർക്കുമ്പോൾ ഈശോയെ നന്ദി എന്ന് പറയണം. പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപാട് പേരുടെ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾ ഓർക്കാണ്. ആദ്യ കാലങ്ങളിലൊക്കെ ഇതിനെ സഹായിച്ച വ്യക്തികൾ, ചിലരൊക്കെ കർത്താവിനെ വിളിക്കപ്പെട്ട സ്വർഗത്തിലെത്തി, ചിലർ പലതരത്തിൽ രോഗം അങ്ങനെ ശുശ്രൂഷയ്ക്ക് വരാൻ പറ്റാത്തവർ, ഒരുപാട് പ്രായമായവർ, ഇവരെല്ലാം പ്രത്യേകം അനുസ്മരിക്കുകയാണ്. അവരെല്ലാവരും കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് സമർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ നാളുകളിൽ പഴയ നിയമത്തിൻ്റെ പല പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോഴും നിയമത്തിനും അതേപോലെ തന്നെയുണ്ട്. പഴയ നിയമത്തിൻ്റെ പ്രാർത്ഥന രീതിയാണ് അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർത്ത് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണേ കർത്താവേ, അല്ലെങ്കിൽ ദാവീദിനെ ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു പ്രാർത്ഥനാ രീതിയാണ്. നമ്മൾ വിശുദ്ധ കുർബാന അബ്രാഹത്തിന് ഇസ്ഹാക്കിനെ യാക്കോബിനെ ദൈവമേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനൊക്കെ അതിൻ്റേതായ ഒരുപാട് ഗ്രേസുകളുണ്ട്. നമുക്കിന്ന് അങ്ങനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല. കൃപ ലഭിച്ചവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. ദൈവമേ, ഈ നല്ല ദിവസം കർത്താവിനെ സ്തുതിക്കാൻ, കർത്താവിനെ ആരാധിക്കാൻ വലിയ കൃപ തന്നല്ലോ. ഞങ്ങൾ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിക്കുന്നു. കൈകളടിച്ച് ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം കൈകൾ ഉയർത്തി കൈയടിച്ച് ആരാധന ആരാധന പ്രിയേക ദൈവത്തിനാരാധന ആരാധന 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 പ്രിയേക ദൈവം പ്രിയേക ദൈവത്തിനാരാധന ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആത്മാവിലും സത്യത്തിലും ആരാധന ഫയർ ഫയർ ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. സാധിക്കുമെങ്കിൽ ഇടത്തോട്ട് വലത്തോട്ട് കൈയടിച്ച് വലിയ ആഹ്ലാദാരവത്തോടെ ആരാധിക്കുക. അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, നമ്മുടെ ദൈവം. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന. ഇസഹാക്കിന്റെ ദൈവം, മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിനാരാധന. പൂർവ്വപിതാക്കന്മാരെ അനുസ്മരിച്ച് മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ
ദൈവത്തിന് കൈ ഉയർത്തി ആരാധന ആരാധന ത്രിയേക ദൈവത്തിന് ആരാധന 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 ത്രിയേക ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന ഒരുമിച്ച് ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന കരങ്ങൾ താഴ്ത്തി അടിച്ച് വീണ്ടും ഇടത്തോട്ട് മരത്തോട്ട് കൈയടിച്ച് കർത്താവിന്റെ ആത്മാവിന് സ്വാതന്ത്ര്യമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, യാക്കോബിന്റെ ദൈവം, യോസഫിന്റെ ദൈവം, യാബോക്കുന്ന കടവിൽ ഇറങ്ങിയ യാക്കോബിന്റെ ദൈവം, കാരാഗൃഹത്തിൽ നിന്ന് രക്ഷിച്ച യോസഫിന്റെ ദൈവം, യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിൻ ദൈവത്തിനാരാധന. നന്നായി കൈയടിച്ച് യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിൻ ദൈവത്തിനാരാധന. കാരാഗൃഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസഫിന്റെ ദൈവത്തിനാരാധന. കാരാഗൃഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസഫിന്റെ കൈകൾ ഉയർത്തി ആരാധന ആരാധന ത്രിയേക ദൈവത്തിനാരാധന ആരാധന ആരാധന ത്രിയേക ദൈവത്തിനാരാധന ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന 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 ആത്മാവിലും സത്യത്തിലും കാര്യങ്ങൾ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, സ്തുതിപ്പിന്റെ സമയത്ത് ചങ്ങലകൾ അഴിയുമ്പോൾ നല്ല ചെയ്ത കർത്താവേ, സ്തുതിപ്പിന്റെ സമയത്ത് കാരാഗൃഹ വാതിലുകൾ താറക്കപ്പെടുന്ന നല്ല ചെയ്ത കർത്താവേ, ബന്ധിതരോട് പുറത്തു വരാൻ, അടിച്ചമർത്തവരോട് കെട്ടുകൾ അടിക്കാൻ ആകാശം ചായച്ചുറങ്ങുന്ന ദൈവമേ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ സ്തുതിപ്പിന്റെ സമയത്ത് വ്യാപരിച്ച കർത്താവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. പോരാ പോരാ, കരങ്ങൾ ഉയരട്ടെ, സ്വരം ഉയരട്ടെ, മനസ്സ് തുറക്കട്ടെ. കൊടുങ്കാറ്റിന്റെ ആരവം പോലെ, തിരുമാലകളുടെ ഇരമ്പൽ പോലെ, അപ്പസ്തോലന്മാർ രാത്രികാലേ ചങ്ങലകളെ ചേങ്ങലകളാക്കി ആരാധിച്ച പോലെ ഹല 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 ഹല. അപ്പസ്തോലന്മാർ ജയിലറയിലായിരുന്നപ്പോൾ അപ്പസ്തോലന്മാരുടെ 4-ാമത്തെ അധ്യായത്തിൽ ഭൂമിയുടെ അടിത്തറ കുലുങ്ങുമാർ ദൈവജന സ്തുതിച്ച് ആരാധിച്ചതുപോലെ ഹല 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 ഹല. ഓ കർത്താവേ, ഈ സ്തുതിപ്പ് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ശരീരത്തിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളെ യേശു നാമത്തിൽ ആക്ഷേപിക്കുന്നു, വിട്ടുമാറി കുരിശിനെ ദൈവത്തിന് കൽപ്പിക്കുന്നു. ഹല 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 ഹല. ബന്ധിതരോട് പുറത്തു വരാൻ കൽപ്പിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഈശോ നൽകിയിരിക്കുന്ന അധികാരത്തിൽ നാളുകളായി ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വംശത്തിലും തലമുറകളിലും കെട്ടപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, കെട്ടഴിഞ്ഞ് യേശു നാമത്തിൽ വിടുതൽ ഭാവിക്കുക. തടസ്സങ്ങൾ നീങ്ങട്ടെ, തടസ്സങ്ങൾ നീങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. ആരാധന 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 യേശുവിന്റെ ആരാധന. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധന 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 ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഒരാളിൽ ദൈവീക ചൈതന്യം നിറയാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 3-ാം തിരുവചനം, ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 6 വേഴ്സ് 3 നമുക്ക് വായിക്കാം. അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നത് കൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും
പ്രധാന ദേശാധിപന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. തൻ്റെ രാജ്യം മുഴുവൻ്റെയും അധികാരിയായി അവനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെക്കാളും ശ്രേഷ്ഠന്മാരെക്കാളും ശ്രേഷ്ഠനായി തീരുകയാണ്. ദേശാധിപതികളെക്കാൾ ശ്രേഷ്ഠനായി തീരുകയാണ്. രാജാവ് ചിന്തിക്കുകയാണ്, അല്ല, ഈ ദാനിയേലിനെ തന്നെ ഈ രാജ്യത്തിന് മുഴുവൻ അധികാരിയായി നിയമിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? അതാണ് എൻ്റെ ആദ്യ ഭാഗം. അത്ഭുതകരമായ ഒരു ദൈവിക ചൈതന്യം അവൻ്റെ മേലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ മറ്റെല്ലാവരെക്കാൾ ശ്രേഷ്ഠനായിട്ട് തീരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു പ്രത്യേകമായൊരു ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ വേണം. ചിലരൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാതെ നമ്മൾ പറയും, എന്തൊരു ചൈതന്യമാണ് അല്ലേ? അറിയാതെ നമ്മൾ എന്തൊരു ചൈതന്യമാണ് മുഖത്തേക്ക് നോക്കുമ്പോൾ. അത് സൗന്ദര്യമല്ല, അത് ബ്യൂട്ടി അല്ല, അതൊരു പ്രത്യേക സംഭവമല്ല, അത് മേക്കപ്പ് ഒന്നല്ല. നോക്കുമ്പോൾ തന്നെ വി ഫീൽ എ ഗ്രേസ്, ഒരു ചൈതന്യം ഫീൽ ചെയ്യുക. ഈ ചൈതന്യം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നൊരു സംഗതിയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 2-ാം തിരുലിഖിതം, ജനസിസ് ചാപ്റ്റർ 1:2, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ചൈതന്യം ആരുടേതാണ്? ചൈതന്യം ദൈവത്തിൻ്റെതാണ്. അത്ഭുതകരമായൊരു ദൈവിക ചൈതന്യം. അതുകൊണ്ട് ഈ ചൈതന്യം എല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ, കർത്താവ് മോശയോട് അരുളി ചെയ്തു, യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബെസാലേലിനെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർത്ഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബൈബിളിലെ പുറപ്പാട് സംഭവത്തിൽ ഒരു നല്ലൊരു കഥാപാത്രം ബെസാലേൽ എന്ന് പറഞ്ഞാൽ ശില്പപതി, ഒരുപാട് കാര്യങ്ങൾ, ദേവാലയം, പല കാര്യങ്ങൾ നിർമ്മിക്കാനുള്ള ബെസ്റ്റ് ഒരാളാണ്. ഹൂറ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓർക്കണം, മോശയുടെ കരങ്ങൾ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൈകൾ കൊണ്ട് താങ്ങിപ്പിടിച്ച അഹറോനും ഹൂറും കണ്ടോ, അവൻ്റെ തലമുറയിലും ഒക്കെ വരുന്ന ആൾക്കാരെ കണ്ടോ. ബെസാലേൽ, ആ ബെസാലേലിനെ കുറിച്ച് പറയാം, അവന് ഞാൻ ഒരു പ്രത്യേക ദൈവിക ചൈതന്യം ഞാൻ അവനിൽ നിറച്ചിരിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തന്നാലേ ഇത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ നിറയണം. വീണ്ടും 1-2 വചനം നമുക്ക് പഠിച്ചിട്ട് എങ്ങനെ അത് നിറയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യെസക്കേൽ പ്രവചനം 11:19, ഒക്കെ യെസക്കേൽ ചാപ്റ്റർ 11:19, അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ പറയാണ്? ഞാൻ അവർക്കൊരു പുതിയ ഹൃദയം തരും. ആ പുതിയ ഹൃദയം തന്നിട്ട് ദൈവം ചെയ്യുകയാണ്, ഒരു പുതിയ ചൈതന്യം ഞാൻ അവരുടെ ഉള്ളിൽ നിറയ്ക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ 11:17, ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും, നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും, ജനത്തിൻ്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും. അതായത് മോശ പറഞ്ഞു, ഈ ജനത്തെ എനിക്ക് മുഴുവൻ വഹിക്കാൻ വലിയ ഭാരമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അറിയാം, ഓക്കെ നീ കുറച്ച് പേരെ തിരഞ്ഞെടുക്ക്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ കാര്യം, നിന്നിൻ്റെ ഒരു ചൈതന്യത്തിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ അവർക്ക് കൊടുക്കും. മോശയ്ക്ക് ദൈവം ഒരു ചൈതന്യം കൊടുത്തിട്ടുണ്ട്, ബെസാലേലിനൊരു ചൈതന്യം കൊടുത്തിട്ടുണ്ട്, അഹ്റാനൊരു ചൈതന്യം കൊടുത്തിട്ടുണ്ട്, മുമ്പേ നമ്മൾ കണ്ട ദാനിയേലിനൊരു ചൈതന്യം കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാന നാളുകളിൽ, ഇനി പുതിയ മുതലേക്ക് പോവുകയാണ്, അവസാന നാളുകളിൽ ഈശോയുടെ 2-ാം വരവ് അടുക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന വലിയൊരു അപകടം എന്താണെന്നറിയാവോ? ഈ ചൈതന്യമില്ലാത്ത, ബാക്കി എല്ലാ സിസ്റ്റവും നന്നായിട്ട് കൊണ്ടുപോകുന്ന കുറച്ചാൾക്കാർ പ്രത്യക്ഷപ്പെടും.
അതാണ് തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 5-ാം തിരുവചനം. 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 5. അവർ ഭക്തിയുടെ ബാഹ്യ രൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുമ്പോൾ ഭയങ്കരമായ ഭക്തി, വലിയ അത്ഭുതകരമായ സംഗതികൾ, ഇതിൻ്റെയൊക്കെ ഒരു ബാഹ്യ രൂപം നിലനിർത്തും. മറ്റുള്ളവരുടെ മുമ്പിൽ പൊടിയിട്ട് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പോകുന്നത് പോലെ കാണിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചൈതന്യം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മൾ കുറച്ച് ബാഹ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കാണിച്ചാൽ കിട്ടുന്നൊരു സംഗതി അല്ല ഈ ദൈവിക ചൈതന്യം. അത് ദൈവത്തിന് നേരിട്ട് ഒരാൾക്ക് കൊടുക്കുന്നതാണ് ഒരു ചൈതന്യം എന്ന് പറയുന്നത്. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരു കോൺഗ്രിഗേഷൻ ഒരു ചൈതന്യം, ഒരു കാരിസം എന്നതുപോലെയാണ്. ദൈവം ഒരു ചൈതന്യം അങ്ങോട്ട് തരണം. അപ്പോൾ ആ തലം അവരെല്ലാവർക്കും ആ ഒരു ചൈതന്യത്തെ അങ്ങോട്ട് വ്യാപരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ ദാനിയേലിൽ അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നത് എന്ന് ദാനിയേൽ പ്രവചനം 6:3 നമ്മൾ വായിച്ചത്. അതിൻ്റെ താഴെ കൃത്യമായിട്ട് നമ്പർ 1, 2, 3, 4 പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സമയത്തിനനുസരിച്ച് ചിലത് കാണാം. ഒരാൾ ദൈവിക ചൈതന്യം എന്ന് പറയുന്നത് ഒന്നാമത് കണ്ട ഒരു ലക്ഷണമാണ് അവിടെ ദാനിയേൽ 6:4 കിടക്കുന്നത്. അപ്പോൾ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിൻ്റെ മേൽ രാജദ്രോഹ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി. പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാനിയേൽ 6:3 അത്ഭുതകരമായ ദൈവിക ചൈതന്യം അവനുണ്ടായിരുന്നു, അത്ഭുതകരമായ ദൈവിക ചൈതന്യം അവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ദാനിയേൽ 6:4 എന്തുകൊണ്ട് ഈ ചൈതന്യം നിറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുക. നമ്പർ 1 ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അവൻ വിശ്വസ്തനായിരുന്നു. ദൈവത്തോടുള്ള വിശ്വസ്തത, നേതൃത്വത്തോടുള്ള വിശ്വസ്തത, വചനത്തോടുള്ള വിശ്വസ്തത, സഭയോടുള്ള വിശ്വസ്തത, എല്ലാത്തരമുള്ള വിശ്വസ്തത. എൻ്റെ സഹോദരങ്ങളെ, വിശ്വസ്തതയുണ്ടോ ചൈതന്യം തന്നെ വന്ന് നിറയും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിൽ ജീവിത പങ്കാളിയോട് വിശ്വസ്തതയുണ്ടോ? മാതാപിതാക്കന്മാരുടെ വിശ്വസ്തതയുണ്ടോ? ജീവിത പങ്കാളിയുടെ മാതാപിതാക്കന്മാരുടെ വിശ്വസ്തതയുണ്ടോ? ജന്മം തന്നെ പറഞ്ഞ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ മക്കളുടെ വിശ്വസ്തതയുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, സംഭവിക്കുന്ന കാര്യം എന്നറിയോ? നമ്മൾ അറിയാതൊരു ചൈതന്യം എന്നറിയും. ഈ വചനം കേൾക്കുന്ന ചിലപ്പോൾ സമർപ്പിത ജീവിതങ്ങളുണ്ടാകും. അപ്പോൾ ഒരു കോൺഗ്രിഗേഷൻ അംഗമായിരുന്നു, രൂപത്തിൽ അംഗങ്ങളായിട്ടുള്ളവരുണ്ട്. അവിടെ ആ രൂപത അധ്യക്ഷനോടുള്ള ഒരു വിധേയത്വം, ഒരു അനുസരണം, വിശ്വസ്തത, ഒരു 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 കോൺഗ്രിഗേഷൻ്റെ കാരിസം, അതിനുള്ള വിശ്വസ്തത. അങ്ങനെയാണെങ്കിൽ തന്നെ ചൈതന്യം വന്ന് നിറയും. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്തറിയാമോ? ബാഹ്യ രൂപം നന്നായിട്ട് നിലനിൽക്കും. കുടുംബം, വീട് നല്ല ബെസ്റ്റ് വീട്, പെയിന്റ് അടിച്ചിട്ടുണ്ട്, കാർ പോർച്ച് ഉണ്ട്, സംഗതി എല്ലാം ഉണ്ട്, ബെസ്റ്റ് വീട്, പക്ഷെ ചൈതന്യം ഇല്ല. ചിലപ്പോൾ ചില വീടുകൾ കയറുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. 101-ാം സങ്കീർത്തനത്തിൽ 6-ാം തിരുവചനം, ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും, അവർ എന്നോടൊത്ത് വസിക്കും, നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം ആരുടെ മേലാണ് ചൈതന്യം പകരുന്നത്? ഒരു ദേശത്ത് വിശ്വസ്തമായിട്ട് ജീവിക്കുന്ന ഏതോ ആൾക്കാരുണ്ടോ അവരുടെ മേലാണ് ചൈതന്യം പകരുന്നത്. എലിയ പറഞ്ഞു, ഇനി ആരുമില്ല. കർത്താവ് പറഞ്ഞു, നോ നോ നോ, ഒരു 7000 പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ നോക്കുമ്പോ, ചുറ്റും നോക്കുമ്പോ പല പ്രശ്നങ്ങളും ചുറ്റും കാണാം. ചിലപ്പോൾ സഭയിൽ നിന്ന് കുറച്ച് പോയി എന്ന് വരാം, അല്ലെ സഭയിൽ ചില പ്രശ്നങ്ങൾ കണ്ടു എന്ന് വരാം, അല്ലാന്നുണ്ടെങ്കിൽ വിശ്വാസം ക്ഷയിക്കുന്ന പോലെയൊക്കെ തോന്നാം. ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമ്മൾ എല്ലാം പോയി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വസ്തരുടെ ഗണമുണ്ടാകും. അവരുടെ മേൽ ദൈവം ചൈതന്യം വർഷിച്ചുകൊണ്ടിരിക്കും. 1 തിമോത്തി 1:12 വചനം വെളിപ്പെടുത്തുന്നുണ്ട്. 1 തിമോത്തി ചാപ്റ്റർ 1:12, എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവനെന്നെ വിശ്വസ്തനായി കണക്കാക്കി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ കുടുംബജീവിതത്തിന് വേണ്ടിയും ഒരു വൈദിക ജീവിതത്തിന് വേണ്ടിയും ഒരു സമർപ്പിത ജീവിതത്തിന് വേണ്ടിയും ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ശുശ്രൂഷ ജീവിതത്തിന് വേണ്ടി ദൈവം ഒരാളെ നിയോഗിക്കുമ്പോൾ അയാൾ വിശ്വസ്തനായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുന്നത്.
ആ നിയോഗം തന്നെ ദൈവം എന്നെ വിശ്വസ്തനായി കണക്കാക്കി എന്നതിൻ്റെ തെളിവാണ്. എന്തൊരു വചനമാണ്! ഇപ്പോൾ എനിക്ക് പട്ടം കിട്ടുന്ന സമയം, പട്ടം തരുന്ന സമയത്ത് ഇവൻ വിശ്വസ്തനായിരിക്കും എന്ന് വിചാരിക്കുകയാണ് ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തനായിട്ട് കണക്കാക്കിയിട്ടാണ് പട്ടം തരുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ചൈതന്യം നമ്മുടെ ഇടയിൽ നിറയാൻ രണ്ടാമത്തെ ഒരു കാര്യം, അത് ദാനിയേൽ 6:5 അപ്പോൾ അവർ പറഞ്ഞു, ഈ ദാനിയേലിൽ അവൻ്റെ ദൈവത്തിൻ്റെ നിയമത്തെ സംബന്ധിച്ചല്ലാതെ മറ്റ് പരാതിക്ക് കാരണം കണ്ടെത്താൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദാനിയേൽ ആകെ ഒരൊറ്റ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നാണെന്നറിയാമോ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളെല്ലാം ഇവൻ പാലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള ഏക പരാതി എന്ന് പറയുന്നത് നമ്മൾ വചനം പാലിക്കുന്നു എന്നുള്ളതായിരിക്കട്ടെ. ഇവൻ ഞങ്ങളുടെ കൂടെ കൂടുന്നില്ല, ഇവൻ ഞങ്ങളുടെ കമ്പനിക്ക് വരുന്നില്ല, അവൻ വലിയ വചനപാലകനാണ്, ആയിക്കോട്ടെ, വെരി ഗുഡ്. കാരണം വചനം പാലിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വചനങ്ങളിലെയും ചൈതന്യം നമ്മൾ വന്ന് നിറയും. കാരണം എന്താ? സെന്റ് അഗസ്റ്റിൻ പഠിപ്പിക്കുന്നു, വചനം ദൈവമാണ്. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു, വചനം മാംസമായി അവതരിച്ച് ഈശോ, വചനം ദൈവമാണ്. സഭ പഠിപ്പിക്കുന്ന വചനം ദൈവമാണ്. യോഹന്നാൻ 1 ലേഖനം 2 അധ്യായം 5 തിരുവചനം, 1 John chapter 2 verse 5. എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവന് സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. അപ്പോൾ വചനം പാലിക്കുന്ന ഒരാൾ ദൈവത്തിലാണ് വസിക്കുന്നത്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വലിയ ചൈതന്യത്തിന്റെ നിറവുണ്ട്. അതാണ് യോഹന്നാൻ 14:23. നിങ്ങൾക്ക് അറിയാവുന്ന വചനമാണ്. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവിക ചൈതന്യം ഒന്നാമത്തെ കാര്യം വിശ്വസ്തനായിരിക്കണം. ദാനിയേൽ അങ്ങനെയായിരുന്നു. രണ്ടാമത്തെ കാര്യം വചനം പാലിക്കണം. ദാനിയേൽ അങ്ങനെയായിരുന്നു. മൂന്നാമത്തെ കാര്യം അത് ദാനിയേൽ 6:10 രേഖയിൽ മുദ്ര വെച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥനയും നന്ദിയും പരിഹാരമുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ, ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയാനായിട്ടുള്ള കൽപ്പന ഓൾറെഡി പുറപ്പെടുവിച്ച് കഴിഞ്ഞു. തീരുമാനമായി, രാജകൽപ്പനയ്ക്ക് മാറ്റമില്ല. പക്ഷെ നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ഇത് കേട്ടിട്ടും ദാനിയേലിന് ഒരു ഭാവവ്യത്യാസമില്ല. വളരെ കൂളായിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു. ആ പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ എല്ലാം 3 പ്രാവശ്യം മുട്ടുകുത്തി അല്ലെ കൈ വിരിച്ച് പിടിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുകുത്തി നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നല്ല പരിഹാരം, ചില വേദനയൊക്കെ സഹിച്ചിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്, നന്ദി പറയുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, അനേക ജീവിതങ്ങളുടെ പ്രശ്നം എന്തറിയോ? പ്രതിസന്ധി ഉള്ളപ്പോൾ പ്രാർത്ഥന കുറയരുത്. CCC 27:44 പഠിപ്പിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് തുല്യമായി മറ്റൊന്നില്ല. എന്തെന്നാൽ അസാധ്യമായതിനത് സാധ്യമാക്കുന്നു, ദുഷ്കരമായതിനെ എളുപ്പമാക്കുന്നു. അപ്പം നന്ദി പറയലും പ്രാർത്ഥനയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കാണ് കഴിഞ്ഞ നാളുകളിൽ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലിച്ചൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു വ്യക്തിസാക്ഷ്യം പറഞ്ഞു ഓർക്കാണ്. അവിടെ ആ കുടുംബം നന്ദി പറയാൻ തീരുമാനമെടുത്തു, നേർന്നങ്ങ് പ്രാർത്ഥിച്ചു. ഒരു പ്രതിസന്ധിയുണ്ട്, ആ കൊച്ചുങ്ങളൊക്കെ TV യിലൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുന്നത് കേൾക്കണം. ആ സാക്ഷ്യം ശ്രമിക്കാം. എൻ്റെ പേര് ഷിൻഡോ, കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് മണിക്കട് ഇടവകയിലാണ്. 2018 ഞാൻ ജോലി സംബന്ധമാണ് ചെന്നൈയിലായിരുന്നു. അപ്പോൾ നവംബർ 15 ഞാൻ റോഡ് ക്രോസ് ചെയ്യവേ ഒരു കാർ വന്ന് എന്നെ ഇടിച്ച് താഴെ വീഴ്ത്തി. അപ്പോൾ തന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോയി. അവിടുന്ന് ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരോട്ട് ചേഞ്ച് ചെയ്തു, തന്നെ ഹോസ്പിറ്റലിലോട്ട്. ബോധം പോയി. അവിടുന്ന് ഡോക്ടർമാരെല്ലാം കൈ എഴുതി, ഞങ്ങളുടെ കയ്യിലൊന്നുമല്ല, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. എൻ്റെ മമ്മി അപ്പോൾ നേർച്ച നേർന്നു, ഞാനിവിടെ ജീവനോടെ തിരിച്ചു വരുവാണെങ്കിൽ എന്നെ കൊണ്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന്. 9-ാം ദിവസം ഞാൻ പതുക്കെ വെന്റിലേറ്ററിന് കണ്ണു തുറന്നു. അത് കഴിഞ്ഞ് എനിക്ക് 2 ഓപ്പറേഷൻ നടുവിന് കഴിഞ്ഞു. ഡോക്ടർമാരെ പറഞ്ഞാൽ നിനക്ക് ഒരിക്കലും പഴയതരം നടക്കാൻ പറ്റുകയില്ല,
ബട്ട് 2 മാസം കഴിഞ്ഞത്തേക്കും ഞാൻ പരിപൂർണ്ണ സൗഖ്യമായി ഇന്നീ നിലയിൽ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മദ്രാസിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അന്ന് ഉണ്ടായ ഉടനെ തന്നെ ബോധം പോയി. മിലിറ്ററിയിൽ ആർമി ജോലി ചെയ്യുമായിരുന്നു. അവരും അവിടുത്തെ ആർമി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ജോലി ആർമിയിലായിരുന്നോ? ആർമിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ഒരു ഇത്. അപ്പോൾ ഇത് പെട്ടെന്ന് ആർമി ഹോസ്പിറ്റലിൽ കൊണ്ട് നല്ല എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ്, നല്ല ട്രീറ്റ്മെൻറ്റിന് അവർ സാഹചര്യം ശരിയാക്കി. 3 ദിവസം മദ്രാസിൽ ഹോസ്പിറ്റലുണ്ടായിരുന്നു. എന്നിട്ട് സീരിയസ് ആയതുകൊണ്ട് വെൻറ്റിലേറ്ററിലായതുകൊണ്ട് അവിടെ നിന്ന് അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ബാംഗ്ലൂരോട്ട് കൊണ്ടുവന്നു. അത് ഹെലികോപ്റ്ററിലായിരുന്നു കൊണ്ടുവന്നത്. അവിടുന്ന് ആർമിയുടെ ഹെലികോപ്റ്ററിൽ അവിടുന്ന് നേരെ ബാംഗ്ലൂർക്ക് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്നു. ഞങ്ങൾ വീട്ടിലായിരുന്നു. എന്നിട്ട് സീരിയസ് ആയതുകൊണ്ട് എന്നെ കാണാൻ കൊണ്ടുപോയി. അപ്പോൾ ഏതാണ്ട് അവർക്ക് മനസ്സിലായത് മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വീട്ടിൽ അത്യാവശ്യം ഏറ്റവും അടുത്തുള്ളവരൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടി വൈഫിനെയും വീട്ടുകാരെയൊക്കെ കൊണ്ടുപോയി. ഓക്കെ, ആ സമയത്താണ് മമ്മി ഇങ്ങനെ നേർന്നു പൂർണ്ണ സൗഖ്യമായിട്ട് വീട്ടിൽ തിരിച്ചെത്തുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന്. അതിനുശേഷം ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും അഭിഷേകാഗ്നി കാണുകയും ഞങ്ങളുടെ പിള്ളേർ ആരാധനയുടെ സമയത്ത് കൈ ഇങ്ങനെ ടി വി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. കുട്ടികൾ ആരാധനയുടെ സമയത്ത് ഈശോയെ എൻ്റെ പപ്പയെ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കും. എൻ്റെ പപ്പ ജീവനോടെ വന്നാൽ, നടക്കാൻ യോഗ്യത സാധിക്കുന്ന അവസ്ഥ വന്നാൽ അട്ടപ്പാടിയിൽ കൊണ്ടുവന്ന് അട്ടപ്പാടി വന്ന് സാക്ഷ്യപ്പെടുത്താം എന്ന് ഇവരങ്ങോട്ട് കരഞ്ഞ് നിലവിളിച്ച് നേർന്ന് പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പമില്ല. പിന്നെ പെട്ടെന്ന് റിക്കവറി. അതിനുശേഷം 9-ാം ദിവസം ബോധം തെളിഞ്ഞു. പിന്നെ 2 സർജറി ഉണ്ടായിരുന്നു നടുവിന്. അത് ഓരോ ആഴ്ച മാറിയായിരുന്നു സർജറി. 1 മാസം ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷം വീട്ടിൽ വന്നു. പിന്നെ പിന്നെ സ്ട്രെച്ചറിലായിരുന്നു, വാക്കറിലായിരുന്നു. നടക്കാനൊക്കെ പറ്റുന്നില്ലേ? ഇപ്പം എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാം ഓക്കെ അല്ലേ? ഇപ്പം എല്ലാം ഓക്കെ ആയി. ഞാൻ നടക്കാനും ഓടാനും എല്ലാം പഴയതുപോലെ എല്ലാം ജോലിയാണ്. പിന്നെ ആർമിയിലായിരുന്നു ജോലി എന്ന് പറയുന്നത്. നല്ല ഹെവി ഇതൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഓക്കെ, എവരിത്തിങ് ഇസ് ഫൈൻ. അപ്പോൾ ശരിക്കും ഈ ആക്സിഡന്റ് സമയത്ത് നടുവിന് പെൽവിസിന്റെ ഓപ്പറേഷൻ, പെൽവിസ് ഫ്രാക്ചർ ആയിരുന്നു. പിന്നെ അന്നേരം തന്നെ എഴുന്നേറ്റിരിക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഒന്നും പറ്റില്ല, വീൽ ചെയറോടെ മാത്രം. കോമ സ്റ്റേജ് ആയിരുന്നു. കോമയായിരുന്നോ? കോമയായിരുന്നു. കോമയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇനി ജീവനില്ല വന്ന അവസ്ഥയിലേക്കായിരുന്നു. കർത്താവ് അവിടെ അപ്പം അമ്മ വിശ്വാസത്തോടെ നേർച്ച എൻ്റെ മകനെ പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് തിരിച്ചു തന്നാൽ അട്ടപ്പാടി കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ആ വചനത്തെ കേട്ട കാര്യങ്ങൾ മുഴുവൻ സാക്ഷ്യത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ നന്ദി പറയുന്നതിനൊക്കെ അവർ പറഞ്ഞു, കർത്താവേ ഇത് സംഭവിക്കുകയാണ്, ഞങ്ങൾ വന്ന് നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി മഹത്വപ്പെടുത്താം. സാക്ഷ്യം പറയുന്നതിന് കാര്യമുണ്ട്. പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന കൂട്ടുന്നതിന് കാര്യമുണ്ട്. പരിഹാരം ചെയ്യുന്നതിന് കാര്യമുണ്ട്. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 29-ാം തിരുവചനം. കൃതജ്ഞന്റെ പ്രത്യാശ ശീതകാലത്തെ മൂടൽ മഞ്ഞ് പോലെ ഉരുകും, ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോകും. കൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി ഇല്ലാത്തവൻ, നന്ദി പറയാത്തവൻ. ദാനിയേൽ ചെയ്യുന്ന കാര്യം എന്താ? ഓക്കെ, സിംഹക്കുഴിയെങ്കിൽ സിംഹക്കുഴി, എന്താണെങ്കിലും ശരി, ദാനിയേലിന് നന്ദി പറയാൻ തീരുമാനമെടുക്കുകയാണ്. പോയി നന്ദി പറയുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, മുട്ടുകൊന്ന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. നോക്ക്, ചൈതന്യം വന്ന് നിറഞ്ഞില്ലേ? ഈ കുടുംബത്തിൽ വന്നില്ലേ ദൈവത്തിൻ്റെ കൃപ? വിശ്വസ്തനായിരിക്കുക, വചനം പാലിക്കുക, നന്ദി നിറഞ്ഞ പരിഹാരത്തോടെയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതവും ചൈതന്യം കർത്താവിൻ്റെ ആത്മാവും നമ്മുടെ മേൽ വർഷിക്കും. ആമേൻ, ആമേൻ. സക്കറിയ പ്രവചനം 12-ാം അധ്യായം 10-ാം തിരുവചനം. ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. കർത്താവേ, ഞങ്ങളെല്ലാവരും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ മേലും ഞങ്ങൾ ഓരോരുത്തരുടെ കുടുംബങ്ങളുടെ മേലും വിശ്വസ്തതയുടെയും വചനം പാലിക്കലിൻ്റെയും പ്രാർത്ഥനയുടെയും നന്ദിയുടെയും പരിഹാരത്തിൻ്റെയും ഒരു ജീവിതം, ഈ നോമ്പ് കാലത്ത് കൂടുതൽ നോമ്പെടുക്കുക, ഉപവാസമെടുത്ത് പരിഹാരം ചെയ്ത് ജീവിക്കുന്നൊരു ജീവിതം, ആ ഒരു ചൈതന്യം, നോമ്പുകാല ചൈതന്യം, പ്രാർത്ഥനയുടെ ചൈതന്യം,
വചനത്തിൻ്റെ ചൈതന്യം, നന്ദിയുടെ ചൈതന്യം, വിശ്വസ്തതയുടെ ചൈതന്യം, കരുണയും ദയയും തോന്നി ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കരങ്ങൾ തുറന്ന് പിടിച്ച് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ ചൈതന്യമേ കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ